എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രണ്ടാൾ നിൽക്കുന്ന ചുങ്കത്ര ചാനലാണ്. ആൾക്കാരൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. വീണ്ടും ഒരാളെ കൊണ്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ദേ ഇപ്പം വരും. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മളെ അമ്മു UK പോയാൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു വീഡിയോ ഉണ്ട്, രാത്രി എടുത്തൊരു വീഡിയോ. ഞാനൊരു ഷോർട്സിനായി ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാം. അമ്മ പോയത് ഞങ്ങൾ പോകുന്ന കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് തണ്ടക്കത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ സൺഡേ ആണ്, നമുക്ക് ജോലിയൊന്നുമില്ല. അപ്പം ഈ ദിവസം തന്നെ ഞങ്ങൾ ഇവളെ വിളിച്ച് വരുത്തിയതാണ്. ഇവൾ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. ഞാൻ കുറച്ച് അധികം സാധനങ്ങൾ എനിക്ക് ഷൂ വാങ്ങണം. ഞാനൊരു ലോങ് ട്രിപ്പ് പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ക്യാമറ എന്ത് ഈ സൈഡിൽ വാങ്ങാൻ വേണ്ടി പോവാണ്. എന്താന്നുള്ള വിശദ വിവരങ്ങൾ തരാം. ദൈവനെ വെയിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരിക്കുകയാണ്. അവൾ വരുന്ന ബസ്സിൽ ഞങ്ങൾ കയറണം. അപ്പോൾ അവൾ വന്നിട്ട് കാണാം. ഒന്നും പറയണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ കയറ്റില്ല. അതുപോലെ ഞാനും ഇവളും കൂടെ അപ്പയും കൂടെ ഓടി ചമഞ്ഞു വന്നതാണ് കേട്ടോ. കുഴഞ്ഞു പോയി. കുറേ നാളെ ശേഷം വീണ്ടും ദേവി എത്തിയിരിക്കുകയാണ് നമ്മുടെ ബ്ലോഗിലേക്ക്. മുഴങ്ങി അതേ ലൈറ്റിൻ്റെ ഒക്കെ അതൊന്ന് തളിച്ചതാണ്, വേറെ ഒന്നല്ല. അവളോട് പേരും കഥ പറച്ചില്ല ഡ്രൈവറിനോട്. അവൾ പണ്ട് ജോലിക്ക് പോകുമ്പോൾ കയറിയ ബസ്സായിരുന്നു. അറിയില്ല എന്താ. വീണ്ടും പണ്ടത്തെ നോസ്റ്റ്. ഞങ്ങൾ കോളേജ് പണ്ടത്തെ കോളേജ് വൈബാണ്. അമ്മൂന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നില്ല, അമ്മൂന് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ വിഷമം വരും. നിങ്ങൾ കാര്യം കേൾക്കണം. ഇവളെ മമ്മിയാണ് സ്ഥിരം എൻ്റെ വീട്. ഇവളൊന്നും കാണുകയില്ല. മമ്മി ഫുള്ള് കമന്റ് ജെന്യുവിൻ റിവ്യൂ അതിനെ പറ്റി. എന്തായാലും ഞങ്ങൾ ഇടക്കര ഞങ്ങളിപ്പോൾ നേരെ ഇടക്കരയിലുള്ളൊരു KP ഫാൻസി അല്ലേ? ഏത് ഫാൻസി? KP ഫാൻസി അല്ലേ? ഇടക്കര സ്റ്റാൻഡിലുള്ളൊരു. അതെ, ഇപ്പം നിലവിൽ ഫസ്റ്റ് KP ഫാൻസിയിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ പോയിട്ട് എന്തൊക്കെയോ വാങ്ങാനൊക്കെ ഉണ്ട്. അതും ഇവക്ക് കണ്ണാടി ചേത്താത്ത ഒരു കണ്ണാടി. ഇടാതെ വെച്ചില്ലെങ്കിൽ ചേരൂലല്ലോ. ഞങ്ങൾക്ക് ഡാസിലറിന്റെ ലിപ്സ്റ്റിക്കിന്റെ ഇതുണ്ടോ? ട്രയലുണ്ടോ? ട്രയലില്ലടാ. അറിയാലോ വയലറ്റ് നിനക്ക് ചേരുന്നേ. ഇതേതാ കളറ്? ഒരു വൈനല്ലേ? ശരിയല്ലേ? അതെ. എടുത്തോ? ഒരു വയലറ്റ് വൈൻ ഷെയ്ഡ്. ഇതിന്റെ ലിപ്സ്റ്റിക് കിട്ടിയാലും നല്ലതാ. ഈ ഒരു ഷെയ്ഡ് അല്ല, ഇത് രണ്ടും ഡാർക്ക് ആയി പോവില്ലേ നിന്റെ ലിപ്? ഇവിടെ ഞങ്ങൾ വിശദമായിരുന്ന ലിപ്സ്റ്റിക് തരണോണ്ടിരിക്കുകയാണ് കേട്ടോ. ഡാസ്ലറിന്റെ ഇപ്പൊ പുതിയ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കുന്ന ലിപ്സ്റ്റിക് ഇല്ല. അപ്പൊ അതിന്റെ ട്രെയിൽ ഇല്ലാന്ന് പറഞ്ഞു. എനിക്ക് ഏതാ നീ നോക്കിട്ട് പറഞ്ഞ എടുക്കൂ. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ ആണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പൊ അത് തരണോണ്ടിരിക്കും ഇവിടെ രണ്ടെണ്ണം കൂടെ. അശ്വിനി കൃഷി അത് രണ്ട്. ഓ, രണ്ട് ലിപ് ലൈനർ എടുത്തിട്ടുണ്ട്. വേറൊന്നും വേണ്ടല്ലോ നമുക്ക്. നമുക്ക് ഷിബിൻ ചേട്ടായി, ഒരാള് ഷിബിൻ ചേട്ടായിക്ക് കാർ. ഏത് കാറാ ഷിബിൻ ചേട്ടായിക്ക് വേണ്ടേ? ഒരു JCB ആയിക്കോട്ടെ. ഓട്ടോറിക്ഷ വേണോ? പോയില്ല, എന്റേത് പോയി. നിന്റെ വർക്കാവുന്നില്ല. വരയ്ക്ക് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാ മതി. ഇവള് ഫുൾ ടൈപ്പാ. നല്ല അടിപൊളി സെറ്റപ്പ് ആണ് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഈ ഒരു മോഡൽ തന്നെ വരിക. എന്താ നീ ചെയ്യുന്നേ? അണിയറ എന്താണ്? അമ്മേ, ഞാൻ മറന്നുപോയി. ഞങ്ങളിനി അണിയറ ഫാൻസിയിലേക്ക് പോകുന്നേ. അത് നമ്മൾ കൊറേ പോയതാ. പണ്ട് ഞങ്ങള് കോളേജിൽ വന്ന് കറങ്ങി നടന്നതാണ് കേട്ടോ. ഞാൻ എനിക്ക് കൊറേ നൊസ്റ്റ് ഫീൽ ഉണ്ട് ഈ ഇടക്കര അങ്ങാടി. എന്തായാലും പോയോ നോക്കട്ടെ. അതെ, വാസസ്ഥലം. തെന്നി വീണാ പല്ല് പോവും. വെറുതെ വേണേ കേറി
അറിയില്ലടി. ഇവിടെ നല്ല ലിപ്സ്റ്റിക് ഉണ്ട് പ്ലാനറ്റ്, പക്ഷെ വിലയുണ്ട് 200-230 രൂപ. എനിക്ക് ഈ ബ്ലാക്ക് ബാഗ് വാങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത്. ഏത്? ഇതൊക്കെ മറ്റേ ട്രെൻഡിങ്, ഇതൊക്കെ ട്രെൻഡിങ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ട്രെൻഡ് ഇവിടെ നിന്നറിയോ, ഹൈലൈറ്റിൽ ഫുൾ ട്രെൻഡിങ് ആയിരുന്നു. ഹൈലൈറ്റിൽ അത് മാത്രം കൊട്ടയ്ക്കാത്ത. ഇപ്പൊ ഞങ്ങൾ ഷൂവിന്റെ സൈസ് ഒക്കെ പറഞ്ഞു കൊടുത്തു, ആളിപ്പോ എടുക്കാൻ വരികയാണ്. ഇവിടെ ആ ലോങ് ട്രിപ്പിനുള്ള ഷൂ ആണ് ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സർപ്രൈസാ. ദേവിനെ കൊണ്ടത് സങ്കടമാണ്. ദേവിക്ക് കുയിന്താണ് ഇതേപോലത്തെ ചെറുതാ അല്ലെങ്കിൽ കാലുമത്തെ ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് അണിയറയിൽ നമ്മൾ ഉദ്ദേശിച്ച ഷൂ കിട്ടിയിട്ടില്ല. നമ്മൾ എടക്കലിനുള്ള ഷൂ പ്ലാനറ്റ്, എവിടെ ഷൂ പ്ലാനറ്റിലേക്കാണ് യാത്ര. അവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി, ഇനി തണ്ടാ മതി. ഇല്ല ബൈ ചെരുപ്പടി എവിടെ അരിവേണോ കൊറേ ചെരുപ്പിന്റെ കളക്ഷൻസ് ഉണ്ട്. എന്റെ പൊന്ന് കളക്ഷൻ ഉണ്ടടി. നമ്മളെ ഈ കളറല്ലേ ദേവിന്റെ ചെരുപ്പ്? ഒറ്റ ചെരുപ്പിട്ട് ഫുള്ള് നടത്താണ് ഗൈസ്. ചെളി ഇപ്പൊ കാണിച്ചു തരാം ഞങ്ങള്. ഈ ചളിയൊക്കെ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് എന്റെ കണ്ണിൽ കാണുന്നുണ്ട്. ചളി കൂടിയിട്ടല്ലേ ഇഷ്ടപ്പെട്ടോ? ഇത്ര നീളം വേണ്ട. ഇതെങ്ങനെയുണ്ട്? അത് വേണ്ട. എത്ര റോസ് അത് പക്ഷെ ഇതിന്റെ ഇതായിരിക്കും ഇവിടെ ഒന്നുകൂടെ രസം. ഇതിന്റെ കുഞ്ഞിത് അതിന്റെ ചെറിയ സൈസ് ഒന്ന് കൊണ്ടുവരാ. പക്ഷെ വേണ്ടടാ, എടുക്കണ്ട. ഇതിന്റെ ലേസ് ഉണ്ട്. ഇത് എന്താടി ശരിക്കും പുഴു. ദേവി നോക്കിയതിൽ ഏതാ രസം? എടി ഇത് മറ്റേ വെഡിങ്ങിന്റെ ഷൂ കണ്ടോടി, ബോയ്സിന്റെ. നിന്നെ ഞാൻ വിശദമായി കാണിക്കുക. എടി രസമുണ്ടടി ബോയ്സിന്റെ വെഡിങ്ങിന്. കൊണ്ടുപോകാൻ പറയുന്നത്. ഇത് ഞാൻ ഡക്കാത്തലോണ്ട് ഒരു പ്രിന്റ് വാങ്ങിച്ചു, പച്ച പിസ്ത ഗ്രീൻ. നല്ല രസം, ഞാൻ ഇഷ്ടപ്പെടും. ആണോ? നോക്കിയാലോ. ഏതപ്പ കിട്ടിയത്? ഇതെന്താ ചെസ്? അക്കരെ ഷൂ പ്ലാനറ്റിലാണ് ഞങ്ങള്. ബോയ്സിനും ആയിക്കോട്ടെ ഗേൾസിനും ആയിക്കോട്ടെ 2 പേർക്ക് യൂണിസെക്സ് ആയിട്ടുള്ള ഒരുപാട് ഷൂവിന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാനിപ്പോ ഇവിടുന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ തെരഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് സൈസ് ചെറിയ പ്രശ്നങ്ങൾ. ഞങ്ങൾ വീഡിയോ ഞങ്ങൾ ഭയങ്കര സ്റ്റാൻഡേർഡാ. പിന്നെ അതുപോലെ തന്നെ ലേഡീസ് ബാഗുകൾ ആയിക്കോട്ടെ ഒരുപാട് കളക്ഷൻസ്, അതും വെറൈറ്റി കളേഴ്സില്. ഇനിയിപ്പോ ഇങ്ങനത്തെ ടൈപ്പ് കോളേജിൽ പോകുന്ന പിള്ളേർക്ക് ഭയങ്കര രസമാണ് ഇങ്ങനത്തെ ബാഗ്. അത് നല്ല പേസ്റ്റൽ ഷെയ്ഡുകൾ ഉണ്ട്. പിന്നെ ഡാർക്ക് ഷെയ്ഡ് വേണം, ലൈറ്റ് ഷെയ്ഡ് വേണം, ഏത് ഷെയ്ഡ് ആണെങ്കിലും. ഇനി പ്രിന്റഡ് വേണമെങ്കിൽ അതുണ്ട് ഗൈസ്. തണ്ണിമത്തങ്ങയുടെ ഫോട്ടോ ഉള്ളത് പറയുന്നുണ്ട് ഗൈസ്. തണ്ണിമത്തങ്ങന്റെ ഫോട്ടോ ഒന്ന് കവർ ഇട്ടാ മതി. നിന്നെ ഞാൻ കാണിക്കും. നിന്നെ ഷൂ പ്ലാനറ്റ് ഞങ്ങള് ക്യാമറ ഉണക്കി ഡീസന്റ് ആണ്. ഇത് വായിച്ചു കൊടുക്കാൻ രസമുണ്ട്. പക്ഷെ ആറഞ്ച് നീ ഒന്ന് ഇട്ടൊക്കെ രസമുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് യൂണിഫോമിന്റെ ഇത് ബാൻഡ് ഇതുപോലെ തോന്നുന്നുണ്ട്. യൂണിഫോമിന്റെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏതിന്റെ കളർ ചേഞ്ച് ചോദിക്കണേ? ആ നീലയുടെ ആണോ? വേണ്ട, നീല എടുക്കണില്ല. മറ്റേ വൈറ്റിന്റെ അടിയിൽ ആശു വരുന്നത്. അശ്വനി കൃഷ് നിന്നെ കാണുന്നില്ലല്ലോടാ. അതെ, ഇവിടുത്തെ സെയിൽസ് ബോയ് ആണ് ഗൈസ്. അടിപൊളിയാണ് അവനെല്ലാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കൊണ്ട് എല്ലാം എടുപ്പിക്കാതെ അവൻ വിടും തോന്നുന്നില്ല. ഇത്രയും പൊക്കിയാൽ മതി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പൊക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. സാലറി കുറച്ച് ഇറക്കട്ടോ. വീഡിയോ കാണിച്ചിരിക്കണേ. ഒരു യൂട്യൂബർമാർ വരുന്നുണ്ട്.
പ്രത്യേകം പറയാ കുട്ടി വേറെ ലേസൊക്കെ ഊരി തന്നിരിക്കുന്നു. ഇതാട്ടോ നമ്മൾ ഈ 2 ഷൂ ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബൂട്ട് പോലെ ഞങ്ങൾക്ക് നല്ലപോലെ ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവരും ഇടയ്ക്കൊരു ഷൂ പ്ലാന്റ്. അതെ അതെ നല്ല കളക്ഷൻ. നമ്മളിപ്പോ ഈ ഒരു ബൂട്ടും പിന്നെ ഈ ഒരു ഷൂ ആണ് എടുത്തിട്ടുള്ളത്. കൊള്ളാം. നമ്മള് അവൾക്കുള്ള ബെൽറ്റ് തെരഞ്ഞോണ്ടിരിക്കുക കേട്ടോ ഇവിടെ. എന്റെ ഒരു അഭിപ്രായത്തിൽ നിനക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ ശരി. പക്ഷെ ഇത് നല്ല മെറ്റീരിയൽ ആണ്, ഇത് കേടുവരില്ല. പക്ഷെ ഇത് സ്ട്രെച്ചബിൾ, ഇത് നെറ്റാണ്. ഇത് പിന്നെ എങ്ങനെ മുറുക്കുണ്ടാവുക? അല്ലോ ഇതില് കറുപ്പുണ്ടോ? അപ്പൊ നമ്മള് ഷൂ പ്ലാന്റിൽ നിന്ന് 2 ഷൂ ഒക്കെ എടുത്തിട്ട് പോവാണ്ടോ. അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ നേരെ എങ്ങടാ? നമ്മളിപ്പോ നേരെ ഇനി പോകുന്നത് മഹാറാണിക്കാട്ട്. ഇവർക്ക് ഒരു നോസ് പിന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പൊ അവിടെ നിന്ന് പോയി നോക്കാം. ഡയമണ്ട് 7,000 ഒറ്റ ഇതിന് തന്നെ. അതൊരു സ്റ്റോണാ? ചെറിയ സ്റ്റോണിലുണ്ടാവും, സിംഗിൾ സ്റ്റോൺ ആകുമ്പോൾ കൂടുതൽ വരുന്നുണ്ട് അല്ലേ? ആ ഓക്കെ. ഒരുമിച്ച് പഠിച്ച് ചെറുപ്പം തൊട്ടേ പഠിച്ച് വർക്ക് ചെയ്തത് ഒരുമിച്ചായിരുന്നു. ഇത് നീ വേണമെന്ന് ഇട്ടോ കബയെ. പക്ഷെ വലത് ഭംഗി ഉണ്ടാവില്ലടി. ഇത് എനിക്ക് ഇങ്ങനത്തെ ആയിരുന്നു ഇഷ്ടം. എങ്ങനെയാ വരുന്നേ? ഇത്ര ഉള്ളതൊക്കെ 120 മില്ലി ഉള്ളൂ അല്ലേ? വില കേട്ടോ 120 മില്ലി അല്ല, 1100. ഈശ്വര ദൈവമേ, സ്വർണ്ണം ഇപ്പൊ പക്ഷെ പിന്നെ കുറവല്ലേ സ്വർണ്ണ വില? ഇനി ഉള്ളതില് അവിടെ കാണിച്ചില്ലേ? വേറെ ഉള്ളത് കൂടിയോ? എടി നമ്മൾ ഉദ്ദേശിച്ചത് ഇത് മതി. ചോട്ട ഇല്ലല്ലേ? ഈ ചോട്ട മതി. നല്ല ഭംഗിയുള്ള നോസ് പിൻ ഉണ്ട്. ഒറ്റ കള്ളവൊക്കെ വേണ്ടത്. അപ്പൊ അത് തെരഞ്ഞോണ്ടിരിക്കുക നമ്മള്. നീ ഒന്ന് ഇട്ടോ നോക്കാബയെ. നോക്കട്ടെ. ഏത് അത് വേണ്ട. ഏതാ നീ പറഞ്ഞേ? അവളിത് ഇതാണ്. ഇത് മതി. ചെറുത് മതിടി. നീ പറഞ്ഞ പോലെ തന്നെ മറ്റേ സാധനം ശരിക്കും ഡയമണ്ട് പോലെ തന്നെ ഉണ്ടടി. ഇത് കണ്ട ഡയമണ്ട് തന്നെ. ഇതില് വേറെ മോഡൽ ഉണ്ട്. എടി ഇത് കണ്ടപ്പോ എനിക്കും ഇങ്ങനത്തെ ഒരു മൂക്കുത്തി വാങ്ങാൻ തോന്നുന്നുണ്ട്. ഇത് ഇവിടുന്ന് വാങ്ങിക്കണേ. ഇത് കൊറേയില്ലേ വാങ്ങിട്ട്? അത്യാവശ്യമായി. അതൊക്കെ പണ്ടങ്ങോ. ഒരാള് മൂക്കുത്തി ഊരാനുള്ള തന്ത്രപ്പാടിലാണ്ട് ഊരാൻ കിട്ടാഞ്ഞിട്ട്. അപ്പൊ നമ്മളത് സെലക്ട് ചെയ്തത് ഏതാ ദേവി? ഈ കുഞ്ഞു തണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഞാൻ തിരിക്കണോ? ദേവി ഒന്ന് നോക്കി നോക്ക്. നോക്കട്ടെ. ഇതാക്കിക്കോ. ഫൈനലി നമ്മൾ മൂക്കുത്തി സെലക്ട് ചെയ്തു. ഈ ഒരു കുഞ്ഞു ചോട്ട. ഇവിടെയാണെങ്കിൽ ഭയങ്കര മഴ. കമ്മു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഭയ അമ്മൂനോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടോപ്സിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അഭയും ദേവിയും കൂടെ കൈ കഴുകാൻ പോയിരിക്കുകയാണ്. ഞാനിവിടെ വന്നിരിക്കുകയാണ്. അപ്പം എന്താ കഴിക്കുന്നതൊക്കെ ഞാൻ ചേരാട്ടെ. അവരെന്തായാലും വരട്ടെ. അങ്ങനെ നമ്മളുടെ ഷവർമ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ വരുവടി. നമ്മൾ പിന്നെ ഇതാണ് എന്താണ് നമ്മൾ പറഞ്ഞേ? നമ്മളെന്താ പറഞ്ഞ? ബദാം മിൽക്ക്. ഞങ്ങൾ പണ്ടേ ബദാം മിൽക്കിന്റെ ആൾക്കാരാണ്. ബദാം മിൽക്ക്. ഒന്നെങ്കിൽ ലൈമും ബദാം മിൽക്ക്. പക്ഷെ ഇവള് ഇപ്പഴാട്ടോ ഷവർമ കഴിക്കാൻ തുടങ്ങിയപ്പോ കണ്ണിന് നേരെ കണ്ടുവിടും. നിനക്ക് എപ്പോഴും സ്വഭാവം കിട്ടിയതാവില്ലേ? അത് എന്താ നിങ്ങളൊരു ഷവർമ എന്ന് പറഞ്ഞാണ് ആഫ്റ്റർ മാരേജ് അവർക്ക് വന്നൊരു മാരേജ് അല്ല. ഏകദേശം പണ്ടൊന്നും ഒന്നിന്റെ പകുതി കഴിക്കാം. ഇപ്പൊ അതെ ഇവള് ബിരിയാണി പ്രാന്തി. ഇപ്പഴും കഴിക്കാനൊന്നും നല്ല മീൻ വറുത്ത. ഇപ്പഴാണ് എനിക്കറിയില്ല. കുട്ടുകുറ്റിയോ ചെറുതായിട്ടൊന്ന് പൊക്കിയോക്കും. ഒത്തി മല്ലിച്ചപ്പ് തെരഞ്ഞോണ്ടിരിക്കുക നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ ഫുഡ് അടിക്കലും ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം ഒതുക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.